നോക്കൂ നിങ്ങൾ, മഹാന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലിയാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അല്ലാഹു തിരിച്ചിങ്ങോട്ട് 10 ഗുണം ചെയ്യുകയാണ്. എന്നാൽ ഒരു സ്വലാത്തിൽ തന്നെ 10 അനുഗ്രഹങ്ങൾ, 10 വിഷയങ്ങളുണ്ടെന്ന് മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നു. 10 കറാമത്തുകളുണ്ട്. ഒന്നാമത്തേത് എന്താണ്? സലാത്തുൽ മലിക്കിൽ ജബ്ബാർ. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 സ്വലാത്ത് തിരിച്ചിങ്ങോട്ട് ചെയ്യുകയാണ്. രണ്ടാമത്തേത് ശഫാഅത്തുൻ നബിയിൽ മുഖ്താർ. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ലഭിക്കുകയാണ്. ആ ശഫാഅത്ത് ലഭിക്കുക എത്ര കണ്ട് സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ അതിനനുസരിച്ച് റസൂലുള്ളാഹിന്റെ പരിഗണനയും ശഫാഅത്തും ലഭിക്കുകയാണ്. 3 അൽ-ഇഖ്തിദാഉ ബിൽ മലായികത്തിൽ അബ്റാർ. മഹാന്മാരാകുന്ന മലക്കുകൾ ചെയ്യുന്ന ഒരു പണിയാണ് റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത്. ആ മലക്കുകളുടെ പ്രവർത്തനങ്ങളോട് യോജിച്ചു വരികയാണ് നിന്റെ പ്രവർത്തനം. 4 മുഖാലഫത്തുൽ മുനാഫിഖീന വൽ കുഫാർ. മുനാഫിഖീങ്ങളാകുന്ന ആളുകൾക്ക് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ കഴിയില്ല. മുനാഫിഖീങ്ങൾക്ക് റസൂലുള്ളാഹിനെ ആദരിക്കാൻ കഴിയില്ല. മുനാഫിഖീങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കാൻ കഴിയില്ല. അവിടുത്തെ സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസുകളോട് പുച്ഛമായിരിക്കും മുനാഫിഖീങ്ങൾക്ക്. ആ ഇടങ്ങളോട് വെറുപ്പായിരിക്കും മുനാഫിഖീങ്ങൾക്ക്. അതിനെ ചെറുതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവരുടെ നാവിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മൾ ഓർക്കേണ്ടതാണ്. അതേ, ആ മുനാഫിഖീങ്ങളോട് എതിരായ പ്രവർത്തനം നിന്നിലുണ്ടാവുകയാണ്. അഞ്ചാമത്തേത് മഹ്വുൽ ഖതായാ വൽ ഔസാർ. എത്ര വലിയ ദോഷങ്ങളാണെങ്കിലും ആ ദോഷങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായിച്ചു കളയുകയാണ്. മുസ്തഫായ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് അവരുടെ ദോഷങ്ങളെ അല്ലാഹു മായിച്ചു കളയുകയാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ടാകും, ഇസ്തിഗ്ഫാർ ചൊല്ലലാണോ ശ്രേഷ്ഠതയുള്ളത്, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലലാണോ പുണ്യമുള്ളത്? ഈ ചർച്ച പണ്ഡിതന്മാർ നടത്തിയപ്പോൾ ഇസ്തിഗ്ഫാറിനാണോ ശ്രേഷ്ഠതയുള്ളത്, റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്തിനാണോ ശ്രേഷ്ഠതയുള്ളത് എന്ന ചർച്ച നടത്തിയപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്തിനാണ് ശ്രേഷ്ഠത കൂടുതലുള്ളത്. ദോഷങ്ങളെ അല്ലാഹു തആല മായിച്ചു കളയുകയാണ്. ആറാമത്തേത് ഖളാഉൽ ഹവായിജി വൽ ഔതാർ. ആവശ്യങ്ങളെ വീട്ടിക്കൊടുക്കുകയാണ്. സ്വലാത്ത് ചൊല്ലി അല്ലാഹുവിനോട് ഒരു കാര്യം പറഞ്ഞാൽ അല്ലാഹു ആ ആവശ്യങ്ങളെ വീട്ടിക്കൊടുക്കുകയാണ്. 7 തൻവീറുൽ ലവാഹിരി വൽ അസ്റാർ. ഒരു മനുഷ്യന്റെ ലാഹിറും ബാത്തിനും അല്ലാഹു തആല പ്രകാശിപ്പിക്കുകയാണ്. സ്വലാത്ത് കൊണ്ട് കിട്ടുന്നത് എന്താണ്? മനുഷ്യന്റെ അകം നന്നാവുകയാണ്, ഖൽബ് നന്നാവുകയാണ്. ആ ഖൽബ് പ്രകാശമുള്ള ഖൽബായി മാറുകയാണ്. അതേ, അവന്റെ ബാഹ്യവും അവന്റെ ബാത്തിനും പ്രകാശിക്കുകയാണ്. സഹോദരന്മാരെ, ഒരു പക്ഷേ ബാഹ്യം നല്ലതാണ്, ബാത്തിന് വളരെ ചീത്തയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സ്വലാത്ത് ചൊല്ലുന്നവന്റെ രഹസ്യവും പരസ്യവും അല്ലാഹു പ്രകാശിപ്പിക്കുകയാണ്. 8ാമത്തേത് അന്നജാതു മിൻ അദാബിൽ ബവാർ. അതേ, ആഖിറലോകത്തുള്ള അദാബിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. 9ാമത്തേത് ദുഖൂലു ദാരിർ റഹ്മത്തി വൽ ഖറാർ. പടച്ച റബ്ബിന്റെ സ്വർഗ്ഗലോകത്ത് പ്രവേശിക്കുകയാണ്. 10 സലാമുൽ മലിക്കിൽ ഗഫ്ഫാർ. അൽ മലിക്കുൽ ഗഫ്ഫാറാകുന്ന രാജാതിരാജനിൽ നിന്നുള്ള സലാം അവർക്ക് ഉണ്ടാവുകയാണ്. ഈ 10 കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സലാത്തിന്റെ ഗുണങ്ങളായി മഹാന്മാർ എണ്ണുകയാണ്.
ഖൽബ് പ്രകാശിക്കുമെന്ന് പറഞ്ഞല്ലോ. മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയാണ്, മൻ അക്സറ സ്വലാത അലയ്യ നവ്വറല്ലാഹു ഖൽബഹു. എന്റെ പേരിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുന്നവൻ ആരാണോ അവന്റെ ഹൃദയത്തെ അല്ലാഹു തആല പ്രകാശിപ്പിക്കുന്നതാണ്. അവന്റെ ഹൃദയത്തെ അല്ലാഹു പ്രകാശിപ്പിക്കുകയാണ്. എന്തേ കാരണം? സ്വാഭാവികമായും തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഹൃദയം കടുത്തു പോവുകയാണ്. അന്നദ്ദുനൂബ തസ്വദ്ദുൽ ഖുലൂബ്. പാപങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തെ കറുപ്പിച്ചു കളയുകയാണ്. ഒരു അടിമയിൽ നിന്നും ഒരു തെറ്റ് സംഭവിച്ചാൽ കറുത്ത ഒരു പാട് അവന്റെ ഹൃദയത്തിൽ വന്നു. വീണ്ടും സംഭവിച്ചാൽ വീണ്ടും കറുത്ത പാട് വന്നു. തെറ്റുകളുടെ ആധിക്യത്തിനനുസരിച്ച് അതാ കറുപ്പ് വർദ്ധിച്ചു അവസാനം അവന്റെ ഹൃദയം കറുത്തു പോവുകയാണ്. കരിക്കട്ടയേക്കാളേറെ കറുക്കുകയാണ്. തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലി നാവ് പച്ച പിടിച്ചു കഴിഞ്ഞാൽ, സ്വലാത്തു ചൊല്ലിയിട്ട് നാവ് പച്ച പിടിക്കണം സഹോദരന്മാരെ. ഒരു 10 സ്വലാത്തു ചൊല്ലി 100 സ്വലാത്തു ചൊല്ലി മടക്കി വെക്കാനുള്ളതല്ല. നിരന്തരം സ്വലാത്തു ചൊല്ലിയിട്ട് നാവ് പച്ച പിടിക്കുമ്പോ സ്വലാത്ത് എന്ന് പറയുന്ന ഒന്ന് ഇല്ലാതെ വരുമ്പോ നാവിന് ചില പ്രയാസങ്ങൾ ഉണ്ടാവും. അങ്ങനെ നാവ് പച്ച പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവന്റെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്. വലുകാനത്ത് മിസ്ല ബസ്നിൽ ജിബാൽ. പർവ്വത സമാനമായ തെറ്റുകളാണെങ്കിൽ പോലും അല്ലാഹു അവർക്കത് പുറത്തു കൊടുക്കുകയാണ്. വിരൽ തുമ്പിൽ വിരിയുന്ന വിസ്മയ പ്രപഞ്ചം www.muttinabi.com